ഹായ് കൂട്ടുകാരെ. അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിലെ അടുത്തൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 27 ബാക്കിയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. സോ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കാണണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൺസെപ്റ്റുകളും. ഓക്കെ, ഞാൻ മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് ഒരു 5 പോയിന്റ് ഒക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ സം ഓഫ് the first 5 terms of an arithmetic sequence is 150 and sum of first 10 terms is 550. What is the third term of the sequence? What is the eighth term of the sequence? Write the first 3 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉം ആണ്. ശ്രേണിയുടെ മൂന്നാം പദം ഏതാണ്? എട്ടാം പദം എന്താണ്? ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം നോക്കണം. ഓക്കെ, നമുക്കവിടെ തന്നിരിക്കുന്നത് എന്താ? സം ഓഫ് ഫസ്റ്റ് 5 ടേംസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 5 ടേമുകളുടെ സമ്മാണ് നിൽക്കുന്നത്. തെറ്റിദ്ധരിച്ചിട്ട് 150 എന്നുള്ളത് 5ാമത്തെ ടേം ആണെന്നൊന്നും വിചാരിക്കരുത്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റും കേട്ടോ. സോ ആദ്യത്തെ 5 ടേമുകളുടെ തുക 150 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് തന്നേക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്, ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് എത്രയെന്ന് തന്നേക്കുന്നത്? 550 പറഞ്ഞേക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഹിൻഡ് ഏതിൽ നിന്ന് തന്നെ കിട്ടും? അതിൻ്റെ സബ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. നോക്കിക്കേ, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഏതാ? മൂന്നാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താ തന്നേക്കുന്നത് നോക്കിയാൽ 5 ടേമിൻ്റെ സമ്മാണ് തന്നേക്കുന്നത്. ഇങ്ങനെ ഈ 5 ടേമിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. 5ഉം 3ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കാം. മൊത്തം 5 ടേമാണ്, 5 ടേമിൻ്റെ സമ്മ തന്നിരിക്കുന്നത്. സോ 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? 5 എന്ന് പറയുന്നത് 5 + 1/2 ഇസ് ഈക്വൽ ടു 6/2 ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? മിഡിൽ ടേം ആണ് കണ്ടുപിടിച്ചത് അല്ലെ? മിഡിൽ ടേം ഏത് ടേം ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി n ഓഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n+1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മിഡിൽ ടേം എത്രാമത്തെയാണെന്ന് കിട്ടും. സോ ഇവിടെ 5 + 1/2 ഇസ് ഈക്വൽ ടു 6/2 സമം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ x3 എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ടേമാണ് നമ്മുടെ എന്ത്? മിഡിൽ ടേം. സോ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ശരിക്കും അവർ കൊടുക്കേണ്ടതായിരുന്നു? ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ മിഡിൽ ടേം എന്നുള്ളത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസിൽ എന്ത് കൊടുക്കില്ല? മിഡിൽ ടേം എന്നുള്ളൊരു വാക്കേ കൊടുക്കില്ല. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് വളച്ച് കെട്ടി പറയുന്നതാണ്. എന്താണോ മിഡിൽ ടേം ആ ടേം ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ഇന്നൊരു ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മിക്കവാറും എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. എന്തൊക്കെ ആലോചിക്കണം? അവിടെ കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഞാൻ എഴുതുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5 ടേമുകളുടെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? സം ഈസ് ഈക്വൽ ടു 150 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം അല്ലേ? ഓക്കെ, സം എന്ന് പറയുന്നത് എത്രയും തന്നിട്ട് 150 തന്നിട്ടുണ്ട്. മിഡിൽ ടേം നമുക്കറിയോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് എത്രയാണോ? 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, 10 അല്ല. ശ്രദ്ധിക്കണം, നമ്മൾ ഏത് വരെയുള്ളത് എടുത്തിട്ടുള്ളൂ? 150 വരെയുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് 5 ടേമിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, 10 എന്നെടുത്ത ആൻസർ തെറ്റി. ഓക്കെ, ഇനി ആ 5 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 5 ഇപ്പുറത്തോട്ട് ഡിവൈഡ് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് വരും. സോ 150 ÷ 5 ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ആണ്. 115 5ൽ എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും അല്ലേ? സോ ആൻസർ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ മിഡിൽ ടേം 30. നമ്മളോട് മിഡിൽ ടേം ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? തേർഡ് ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ? തേർഡ് ടേം എത്രയാണ് കിട്ടി? 30 കിട്ടി. കാരണം എന്താ? തേർഡ് ടേം ആണ് 5 ടേമുകളിലെ മിഡിൽ ടേം. ഓക്കെ ആണല്ലോ? ഒന്ന് നോക്കി, 1 2 3 4 5 5 നടുവിൽ കിടക്കുന്ന 3 അല്ലേ? ഓക്കെ, സോ തേർഡ് ടേം ആണ് നമ്മുടെ എന്ത്? മിഡിൽ ടേം. ആ മിഡിൽ ടേം ആണ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? 30 കണ്ടുപിടിച്ചത്. സോ ഞാൻ എഴുതി വെക്കുകയാണ്. x3 ഈസ് ഈക്വൽ ടു എന്താണ്? 30. ഇങ്ങനെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ബി ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാട്ട് ഈസ് ദ എയ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ 8ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഓക്കെ,
നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക 8 ടേം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, 5 ടേം 150 പറഞ്ഞു. പിന്നെ എന്താ ക്വസ്റ്റ്യൻ്റെ അടുത്ത ഹിൻഡ് നോക്കി നോക്കിയേ, ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആണ് എന്തെന്ന് പറയുന്നത് 550. ഓക്കെ, 10 ആണ്. 10ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞിട്ട് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടുമോ? ഇല്ല, കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? കാരണം 10 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. നമുക്ക് ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? മിഡിൽ ടേം ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ ഈ സാധനം ചെയ്യുക? ഓക്കെ, ഇവിടെയാണ് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ 5 ടേമിൻ്റെ സമ്മ് 150 പറഞ്ഞു. അപ്പോൾ അടുത്ത 5 ടേമിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം. ദാ ഇവിടെ നോക്കുക, ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ 2 കഷ്ണമാക്കിക്കാൻ വിചാരിക്കാം. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ എനിക്ക് ആദ്യത്തെ 5 ടേമാണ്. ഓക്കെ, 5 ടേംസ് ഉണ്ട്. ഇവിടെ ബാക്കി ഇവിടെ മുതൽ ഇവിടം വരെ അടുത്ത 5 ടേംസ് ഉണ്ട്. ഓക്കെ, ഈ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് 150 പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേക്കുന്നത് നമ്മളോട്? ഈ മൊത്തം 10 ടേമിൻ്റെ എത്രയാന്ന് പറഞ്ഞു? 550 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ രണ്ടാമത്തെ കണ്ടുപിടിക്കുക? മൊത്തത്തിൽ നിന്ന് 150 കുറച്ചാൽ പോരെ? മൊത്തം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 550 മൈനസ് 150 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ 5 ടേം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ 5 ടേം. ഓക്കെ, രണ്ടാമത്തെ 5 ടേമിൻ്റെ തുക. ഓക്കെ, ഒന്നുകൂടെ ചുരുക്കി പറയാം. മൊത്തം 10 ടേം ഉണ്ട്. ആ 10 ടേമിൽ എന്താ 550 അതിൻ്റെ തുക എന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ 5 ടേമിൻ്റെ തുക 150 ആയി. അപ്പോൾ അടുത്ത 5 ടേമിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. മൊത്തം 10 ടേം അല്ലേ? 10 ടേമിൽ നിന്ന് ആദ്യത്തെ 5 ടേം മൈനസ് ചെയ്ത് രണ്ടാമത്തെ 5 ടേം കിട്ടും. ഓക്കെ, അപ്പോൾ 550 നിന്ന് 150 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 400 എന്ന് ആൻസർ കിട്ടും. ഈ 400 എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ 5 ടേമിൻ്റെ തുക. ഓക്കെ, രണ്ടാമത്തെ 5 ടേമിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ടാവും ഇല്ലേ? അപ്പോൾ അതിൻ്റെ നടുവിലത്തെ ആൾ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി, അവിടുന്ന് നോക്കി, രണ്ടാമത്തേൽ 5 ടേം ഉണ്ട്. 5 ടേം ഉണ്ടെങ്കിൽ 5 + 1/2 = 6/2 = 3 എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ടേം കഴിഞ്ഞിട്ടുള്ള അടുത്ത 5 ടേമിൽ മൂന്നാമത്തെ ടേം ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 6 കഴിഞ്ഞ് 7 കഴിഞ്ഞു 8 8ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം. അതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? കണ്ടോ? അപ്പോൾ മിഡിൽ ടേം എന്നുള്ള ടേം അവർ ഡയറക്റ്റ് യൂസ് ചെയ്യത്തില്ല. പകരം അവരെന്ത് ചെയ്യും? ഇങ്ങനെയാണ് ചോദ്യം, ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം ആണെന്നുള്ള കൺസെപ്റ്റ് മക്കൾ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. സം എത്രയാണെന്ന് നമുക്കറിയാം. സം ഈസ് ഈക്വൽ ടു 550 ആണോ എടുക്കണ്ടേ? അല്ല, 400 ആണ് കേട്ടോ. നമ്മളതവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. ഓക്കെ, സം എന്ന് പറയുന്നത് 400 എടുത്തു. മിഡിൽ ടേം നമുക്കറിയില്ല, അതുകൊണ്ട് മിഡിൽ ടേം തന്നെ എഴുതി. ഇൻറ്റു നമ്പർ ഓഫ് ടേം. ഇവിടെ എടുക്കുമ്പോൾ തെറ്റിക്കും. ഇവിടെ എടുക്കുന്ന മൊത്തം 10 എന്ന് എടുക്കും. 10 എണ്ണത്തിൻ്റെ ടേം ആണ് ഈ 400 എന്ന് പറയുന്നത്. അല്ല, അടുത്ത 5 ടേമിൻ്റെ ഉള്ളൂ. സോ നമ്പർ ഓഫ് ടേംസ് എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ. സോ 5നെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു മിഡിൽ ടേം. ഓക്കെ, 4 എത്ര? 40 5 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. സോ എത്ര എന്ന് കിട്ടും? 80 എന്ന് കിട്ടും. സോ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഈ മിഡിൽ ടേം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അല്ലല്ലോ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 8ാമത്തെ ടേമാണ്. സോ x8 ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൽ 3 പദങ്ങൾ ഏതൊക്കെ? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഓക്കെ, സോ നമുക്കിവിടെ ഫസ്റ്റ് ടേം തന്നുണ്ടോ? ഇല്ല, കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് തന്നുണ്ടോ? അതും ഇല്ല, കണ്ടുപിടിക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് എ ക്വസ്റ്റിനെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? x3 ആണ്. ഞാൻ വെറുതെ ഇവിടെ എടുത്ത് എഴുതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടുപിടിച്ചു. x3 ഈസ് ഈക്വൽ ടു 30 തന്നിട്ടുണ്ട്. ഓക്കെ, x8 എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിച്ചു? 80 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല. മൂന്നാമത്തെ ടേം തന്നു, 8ാമത്തെ ടേം തന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 8ാമത്തെ ടേം കിട്ടുക. അതൊന്നും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, എത്ര ഡിയാ? 5 ഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8ാമത്തെ ടേം കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മൂന്നാമത്തെ ടേം എത്രയാ? 30 പ്ലസ് 5 ഡി അറിയോ? ഇല്ല, അത് അതുപോലെ എഴുതി. 5 ഡി ഈസ് ഈക്വൽ ടു 8ാമത്തെ ടേം എത്രയാ? 80. ഓക്കെ ആണല്ലോ. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിൽ നാം ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം?
30 കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? മൈനസ് ആവും. സോ ബാക്കി ഇവിടെ 5D ഈക്വൽ ടു ഓൾറെഡി ഇവിടെ ആരുണ്ട്? 80 മൈനസ് 30. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണണം കേട്ടോ, എന്നിട്ട് ഇത് വന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ 5D ഈക്വൽ ടു 80 മൈനസ് 30 എത്ര കിട്ടും? 50 എന്ന് ആൻസർ കിട്ടും. സോ ഡി അപ്പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? അതും ഡിവൈഡ് ആയിട്ട് മാറും. സോ ഓൾറെഡി അവിടെ 50 ഉണ്ട്, ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. സോ ഡി ഈക്വൽ ടു 50/5 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. സോ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആക്ച്വലി ഇവിടെ? ഇല്ല. മൂന്നാമത്തെ ടേം നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? x3 എന്ന് പറയുന്നത് എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? 30 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കോമൺ ഡിഫറൻസ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? x2 കിട്ടും. അതിൽ നിന്നൊരു കോമൺ ഡിഫറൻസ് കുറച്ച് എന്ത് കിട്ടും? x1 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ പരീക്ഷയ്ക്ക് ഇനി ഫസ്റ്റ് ടൈം ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവും. സോ മാത്സിന് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. സോ കോമൺ ഡിഫറൻസ് 10 കുറയ്ക്കുമ്പോൾ ബാക്കിലോട്ട് പോകുന്നതോറും ഡി കുറഞ്ഞാൽ വരാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 30 10 കുറയ്ക്കുമ്പോൾ 20 എന്ന് കിട്ടും. അതിൽ നിന്ന് വീണ്ടും 10 കുറയ്ക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് ടേം 10, സെക്കൻഡ് ടേം 20, തേർഡ് ടേം 30. ഓക്കെ ആണല്ലോ? 3 ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും താങ്ക് യു.